ഞാൻ ശിക്ഷ ഇല്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജയിലിൽ നമ്മളെ മുൻ ലോകായുക്ത ശ്രീ ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ ശിക്ഷ വിധിക്കട്ടെ. എന്നിട്ട് മുസ്ലിയാരെ ശിക്ഷിച്ചോ? അതെ, ശിക്ഷിച്ചോ? അല്ല, ശിക്ഷിച്ചോ? എന്നിട്ട് അതെന്തായിരുന്നു പ്രശ്നം? അതും ഇതും നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അല്ല, സമാന സംഭവമല്ല. അല്ല, അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ ക്ഷണിച്ചു. ആ കുട്ടി പെൺകുട്ടിയാണ്, കുറച്ച് മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിച്ചതാണ് പ്രശ്നം. നമ്മൾ അങ്ങനെയാണോ ചോദിച്ചത്? കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതിലെല്ലാ കുട്ടികളും, ഒരു കുട്ടി മാത്രമാണ് തെറ്റുവരുത്തിയത്. ഒരു ലാ മാ എന്നുള്ളതിന് പകരം ലാ എന്ന് എഴുതിയത്, അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനെന്താ തെറ്റ്? അല്ല, അതിനെന്താണ്? നമുക്കിപ്പോ ഒരു കാര്യം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ത് യഥാർത്ഥത്തിൽ തിരുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ മയ കുയി എന്നൊക്കെ പറയോ? അല്ല, അത് പറയ. ആരാ പറഞ്ഞത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന്? അല്ല, എനിക്ക് കേസെടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ പ്രശ്നമില്ലാന്നല്ലേ പറഞ്ഞത്. എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, അങ്ങനെ ഒരു കുട്ടിക്ക് അപമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി വേദിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കണം. ആരാണ് ഈ കുട്ടിയെ അങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാതെ ഇറക്കി വിട്ടാൽ തീർച്ചയായിട്ടും എനിക്കെതിരെ കേസെടുക്കണം. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അല്ല, അങ്ങനെ ആ കുട്ടി പറയട്ടെ. ആയിക്കോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എനിക്കെതിരെ കേസെടുത്തോട്ടെ. എന്നിട്ട് ആ മുസ്ലിയാരെ ജയിലിലിട്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കേസെടുത്തു, ശരി. എന്നിട്ട് മുസ്ലിയാരെ ജയിലിലിട്ടോ? എന്തായിരുന്നു മുസ്ലിയാർക്കെതിരെ? അത് പറഞ്ഞ മുസ്ലിയാർക്കെതിരെ എന്ത് ശിക്ഷയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്? അല്ല, എനിക്ക് കേസെടുത്തോട്ടെ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനല്ല. ഞാൻ ശിക്ഷ ഇല്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജയിലിൽ നമ്മളെ മുൻ ലോകായുക്ത ശ്രീ ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ ശിക്ഷ വിധിക്കട്ടെ. വടിയെടുത്തിട്ടില്ലല്ലേ? ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾക്കേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ ഏഷ്യാനെറ്റിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതെന്താണ്? ഒക്കെ ലീഗേരും ജമാഅത്തേരും ആവുകയെ? അല്ല, അതല്ലാന്ന്. അതൊക്കെ എന്റെ അതൊക്കെ അങ്ങനെയല്ല ജമാഅത്തേരല്ലേ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാല് അതിൽ ഓടി വന്നിട്ട് അതിൽ എതിർ കമന്റ് ഇടുന്നത് മൊത്തം ലീഗേരാണ്. ഈ പ്രൊഫൈൽ നോക്കിക്കോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവും. ഈ രണ്ടും അല്ലാത്ത കോൺഗ്രസ്സുകാർ പോലും വളരെ കുറവാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എനിക്കത് പൊതുവേദിയായിട്ടല്ല തോന്നിയത്. എനിക്കൊരു ക്ലാസ് റൂം ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ആ പരിപാടി നടന്നത് ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാളും പങ്കെടുത്തിട്ടില്ല. അതെ, കാരണം നമ്മൾ ഇപ്പോൾ ഹിന്ദിയിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ, അറബിക്ക്, ഇതിലൊക്കെ തന്നെ അവനവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിയോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റണം. അപ്പം അങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് നമ്മളിത് പറയുന്നത്. അത് തിരുത്തി കൊടുത്ത ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തിരുത്താത്തത്. മയ എന്ന് പറയുമ്പോഴും കുയി എന്ന് പറയുമ്പോഴും അല്ല, മഴയാണ്, കുഴിയാണ്. മയു എന്നുള്ളതിന് പകരം മഴുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവര് തിരുത്തിയിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നില്ല.
ഒരിക്കലുമല്ല. സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ അവർ സംബന്ധിക്കുന്ന പരിപാടികൾ അതിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും. ഏയ് ഒരിക്കലും തോന്നുന്നില്ല. ബാലാവകാശ കമ്മീഷൻ എന്ത് നടപടി എടുത്താലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിനെ 100% ഞാനത് അനുസരിക്കുവാനും തയ്യാറാണ്. ഞാൻ വല്ല ജാമ്യത്തിനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും പോകുന്ന പ്രശ്നമില്ല. ഈ മായ കുയി എന്നൊക്കെ പറയുന്നത് മലയാള ഭാഷയെ കൂടി അപമാനിക്കുന്ന രീതിയാണെന്നുള്ളതാണ് MSF കൂടെ ആരോപിക്കുന്നത്. മായ കുയിന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. അല്ല, ഞാനല്ലല്ലോ പറഞ്ഞത്. നിയമസഭയിൽ മന്ത്രിമാർ ഉത്തരം പറയണമെന്നൊന്നും കേട്ടിട്ടില്ല. ഈ മയ 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 കുയി 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 അപ്പൊ അതൊന്നും എനിക്ക് കേട്ടിട്ടില്ല. അത് ശരി. അപ്പൊ പ്രാദേശിക ഭാഷയുടേത് എവിടെ? പ്രാദേശിക ഭാഷ അല്ലല്ല അങ്ങനെ അല്ലല്ല, തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോ പറയാം അങ്ങനെയൊക്കെ. അനക്ക് പറയാം എന്ത് മയാന്ന് പറയാം ഇവരെ കൂട്ടത്തിന്ന്. അത് ശരിയാണ്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴും പറയാം എന്ത്, എൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ അതിലൊന്നും തെറ്റുന്നില്ല. അതെ, എന്നാ തെറ്റിച്ച് അങ്ങനെയുള്ള എം മണി അത് പറഞ്ഞതുകൊണ്ടല്ലേ അയാളെ പിന്നെ എന്ത് പറഞ്ഞു നാട്ടുഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോ ഇല്ലില്ല, ഞാൻ അല്ല, അബദ്ധമല്ല അത്. അതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കണ്. എമ്മി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ യുമ്മി എമ്മി എന്ന് പറഞ്ഞാൽ യുമ്മി എന്ന് ഇംഗ്ലീഷിൽ പറയും. എമ്മിന്ന് അറബ്സ് സാധാരണ ഈ പിന്നെ അറേബ്യൻ രാജ്യത്ത് നല്ല സൂപ്പർ ഇരുന്നിട്ടോ ഭക്ഷണം എന്നുള്ളതിന് എമ്മി എന്നാ പറയാ. അപ്പൊ ഇവർക്ക് ദുബായിലും ഈ ഏജൻസികൾ ഉണ്ടല്ലോ, ഇവർക്ക് ദുബായിലുണ്ട് ഏജൻസികളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓലതിനെ എതിർക്കാതിരുന്നത്. ഇത് ചോദിച്ചു നോക്ക്, അറബിയിൽ നല്ല ഭക്ഷണം കഴിച്ചാൽ അവർ പറയും എമ്മി എന്നാണ് പറയല്. ആ, ഹിന്ദിയിൽ പ്രാവീണ്യം ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ അക്ഷരങ്ങൾ അറിയാം. അക്ഷരം തെറ്റാതെ, അക്ഷരങ്ങൾ പൊതുവെ തെറ്റാതെ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് എല്ലാ ഭാഷകളിലും നല്ല രൂപത്തിൽ ഒരു പ്രാവീണ്യം വേണം എന്നുള്ള സതുദ്ദേശത്തിലാണ് അത് ചെയ്തത്. പിന്നെന്താ, ഇന്ററാക്ഷൻ സെക്ഷൻ തുടരും. അതിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം വിദ്യാർത്ഥികളുമായിട്ടുള്ള പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ മതി.